ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തേന്ന് പറയുമ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ വലിയ വട ഈറ്റിൻ്റെ ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ മോർണിംഗിൽ ഫസ്റ്റ് എനിക്ക് വശം കുറച്ച് ഒരു 4 ബദാം വെള്ളത്തിലിട്ടുണ്ടാവും. അതാണ് കേട്ടോ കഴിക്കാറ്. ഇപ്പോൾ ഈ പ്രഗ്നൻ്റ് ആയ കാരണം മാത്രം അതും വേണ്ടെന്ന് വെച്ചിട്ടാണ് കഴിക്കാറ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വെറും വെയിറ്റിലല്ലാതെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ ചൂടുവെള്ളം കുടിക്കട്ടെ 1 കപ്പ്. കാരണം എനിക്ക് ഗ്യാസിൻ്റെ നല്ല പ്രശ്നമുണ്ട്. എപ്പോഴെപ്പോഴും ഗ്യാസ് കയറിയിട്ട് എന്താ പറയുക, വോമിറ്റിങ് ഇങ്ങനെ എന്താ പറയുക, തൊണ്ടയിൽ വന്ന് നിൽക്കും ഇങ്ങനെ ഛർദ്ദിക്കാൻ വന്നിട്ട്. അപ്പോൾ എനിക്ക് ജലദോഷം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നീടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാലത്തെ വെള്ളം കൂടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ പണികളൊക്കെ കഴിഞ്ഞ് ഇന്ന് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഗോതമ്പടയാണ്. അപ്പോൾ നമ്മളിത് ഇവിടെ ഒരു സൈസ് ഇലയുണ്ട് കേട്ടോ, അതിൻ്റെ പേരൊക്കെ അതിലാണ് ഉണ്ടാക്കണത്. വാഴയില കിട്ടാനില്ല കേട്ടോ ഇവിടെ. അപ്പോൾ 2 ഗോതമ്പടക്ക് അല്ല കേട്ടോ, ഒരെണ്ണം പൊന്നൂസിന് ഒരെണ്ണം എനിക്കാണ്. അപ്പോൾ എനിക്ക് കാലത്ത് അങ്ങനെ ഇങ്ങനെ അടയും സംഭവങ്ങളും തിന്നുന്നത് അത്ര ഇഷ്ടമല്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ കഴിക്കണമെന്നുള്ളൂ. അപ്പോൾ അതാ പൊന്നൂസിന് കൊടുത്തിട്ട് ഞാനും കഴിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ചൊരു 10-12 മണി ആയപ്പോൾ എനിക്ക് വിശന്ന് തുടങ്ങി. അപ്പോൾ ഞാൻ കുളിക്കുന്നേക്കാളും മുന്നല്ലേ, അപ്പോൾ ഇനി ഭക്ഷണം കഴിച്ചിട്ട് കുളിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് 1 കപ്പ് കഞ്ഞിവെള്ളം കുടിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് പ്രഷർ ഭയങ്കര ലോയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കഞ്ഞിവെള്ളം കുടിക്കുകയാണ്. അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാ ഉച്ചക്കലത്തെ ലഞ്ച് കഴിക്കുകയാണ്. അപ്പോൾ മീൻ വറുത്തതുണ്ട്, മീൻ കറി ഉണ്ട്, പിന്നെ കൈപ്പയ്ക്ക വറുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഫുഡ് കഴിക്കാം നമുക്ക്. അപ്പോൾ ഇന്നത്തെ ഞാൻ കുറച്ച് നാളായിട്ട് മീനൊന്നും കഴിക്കില്ലായിരുന്നു, ഇപ്പോൾ കഴിച്ചു തുടങ്ങിയിട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഉച്ചയ്ക്ക് ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോൾ ചക്കപ്പേരി ഉണ്ടാക്കി. അപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേർക്കൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഞാനും ചക്ക മൈ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ചക്കപ്പേരി കുറച്ച് കഴിക്കുകയാണ്. ഞാൻ കുറേ ചക്ക കഴിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഒരു 6-6:30 ആയപ്പോൾ ഞാനൊരു പകുതി പഴം കഴിച്ചിട്ടോ. ഞാനൊരു പഴം എടുത്തു, അതിൻ്റെ പകുതി പൊന്നൂസിന് കൊടുത്തു, പകുതി ഞാനും കഴിച്ചു. എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ എന്നാലോചിച്ച് മാത്രം. കാരണം ഇപ്പോൾ നമ്മൾ മാത്രമല്ലല്ലോ അങ്ങനെ പ്രഗ്നൻ്റ് ആയിരിക്കല്ലേ, അപ്പോൾ അതുകൊണ്ട് കഴിക്കുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും കഴിക്കാറില്ല. അത് കഴിഞ്ഞ് ഒരു 4-5 ക്യാഷ്യൂ എടുത്തിട്ട് കഴിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ ഈ ബദാം ഇതൊക്കെ തിന്നാനായിട്ട്. പിന്നെ ഇത് വാങ്ങിയ കൊണ്ടത്തിട്ട് കൂടി ഇരിക്കുന്ന കാണുമ്പോൾ ഇത് കഴിച്ചില്ലെങ്കിൽ നമുക്കൊരു വിഷമം, നമ്മുടെ ഉണ്ണിക്ക് കിട്ടേണ്ടതല്ലേ എന്ന് വെച്ചിട്ട്. അത് കഴിഞ്ഞ് ആ നൈറ്റിൽ ഫുഡ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ കോവയ്ക്കുപ്പേരി ഉണ്ട്, പിന്നെ മാങ്ങക്കറി ഉണ്ട്, ഗ്രീൻ പീസ് ഉണ്ട്, പിന്നെ കടുമാങ്ങ അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് വെറുതെ ഭംഗിക്ക് എടുത്തുന്നുള്ളൂ, ഞാനങ്ങനെ കഴിച്ചില്ല കേട്ടോ. എനിക്കവിടെ കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതാ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ കഴിച്ചു കേട്ടോ. കാരണം ഞാൻ നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് കിടക്കും. അത് കഴിഞ്ഞ് പിന്നെ ഒരോർക്കം കഴിയുമ്പോൾ ചിലപ്പോൾ വിശന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ലൈറ്റായിട്ട് വല്ല ബിസ്ക്കറ്റ് എന്തെങ്കിലുമൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വാട്ട ഹീറ്റിൻ്റെ ഡേ, പ്രഗ്നൻസി ടൈമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇങ്ങനത്തെ വീഡിയോസായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അപ്പോൾ ഒന്നുമില്ല, പറഞ്ഞ പോലെ എല്ലാവരും സുഖമായിരിക്കുക. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്താ പറയുക, ഇങ്ങനെയൊക്കെ തട്ടിമുട്ടിയും പോടും. പിന്നെ ഇപ്പോൾ ഈ അടുത്ത് എനിക്ക് ഒന്ന് ജലദോഷം പിടിച്ചിട്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ശ്വാസം എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.